പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന ചെലവ് കുറയ്ക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പെട്രോളും ഡീസലും വിവേകത്തോടെ ഉപയോഗിക്കണം. ഇന്ത്യൻ വിപണിയിലെ പണപ്പെരുപ്പവും വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്നും നരേന്ദ്രമോദി പൗരന്മാരോട് ആവശ്യപ്പെട്ടു. चेन पर संकट लगातार बना रहे तो हम कितने भी उपाय कर लें मुश्किलें बढ़ती ही जाती है। साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा। शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे, ज्यादा से ज्यादा मेट्रो में ही जाएंगे। जिन लोगों के पास इलेक्ट्रिक व्हीकल है वो भी कोशिश करें कि इलेक्ट्रिक व्हीकल का ज्यादा से ज्यादा उपयोग करें। हमने कोरोना के समय में वर्क फ्रॉम होम, ऑनलाइन कॉन्फ्रेंसेस, वर्चुअल मीटिंग्स, इनको हमें फिर से प्राथमिकता देनी है कि साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे, सोना नहीं खरीदेंगे। തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി. തൗഫീഖ്, നിലവിൽ കടന്നു പോകുന്നതോ മുന്നിൽ കാണുന്നതോ ആയ വലിയ പ്രതിസന്ധിയുടെ സൂചനകളാണോ പ്രധാനമന്ത്രി നൽകുന്നത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ എടുക്കാം? സൈഫുദ്ദീൻ, ഇന്നലെ ഹൈദരാബാദിൽ നടന്ന ഒരു ചടങ്ങിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. അത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പെട്രോൾ ഡീസലുകളുടെ ഉപയോഗങ്ങൾ കുറച്ചുകൊണ്ട് ആളുകൾ പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. മെട്രോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തിലേക്ക് ആളുകൾ മാറണം. അതോടൊപ്പം തന്നെ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്, അതിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമന്ത്രി പറയുകയുണ്ടായി. വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെ സജ്ജീകരണങ്ങൾ ഏൽക്ക് ആളുകൾ മടങ്ങുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ള കാര്യങ്ങൾ കൂടി മോദി പറയുന്നുണ്ട്. ഇതിനെതിരെ വലിയ വിമർശനവുമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുകൊണ്ട് ഇത്തരത്തിലൊരു നയം മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് പൗരന്മാരെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുകൊണ്ട് ഉണ്ടായതെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിമർശിച്ചിരിക്കുന്നത്. നിലവിലത്തെ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. അതല്ലാതെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പൗരന്മാരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു കോൺഗ്രസ് ഇന്നലെ അതിനെ വിമർശിച്ചത്. മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത ആളുകൾ സ്വർണം വാങ്ങരുത് എന്നുള്ള നിർദ്ദേശവും കൂടി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. വലിയ വിലക്കയറ്റം ഇതിലോടുകൂടി ആളുകൾ മുന്നിൽ കാണുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനക്ക് പിന്നാലെ. പ്രത്യേകിച്ച് ഗ്യാസുകൾക്ക് വലിയ ക്ഷാമം ഇപ്പോഴും രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. നിരവധി കപ്പലുകൾ വഴി ഇന്ധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും പഴയ രീതിയിലേക്ക് മാറാനായിട്ട് രാജ്യത്തിന് സാധിച്ചിട്ടില്ല. പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് കേന്ദ്രം സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പൗരന്മാരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ധന ക്ഷാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ വിലയുമെല്ലാം തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു യോഗം കേന്ദ്ര സർക്കാർ ഇന്ന് കൂടുന്നുണ്ട്. അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ രീതിയിൽ വിലവർധന ഉണ്ടാകുമെന്നുള്ള ആശങ്ക രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വാർത്തകളെല്ലാം പെട്രോളിയം മന്ത്രാലയം തള്ളുകയാണ് ഉണ്ടായത്. അത്തരം ആലോചനകൾ കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല, അത്തരം വാർത്തകൾ വ്യാജമാണ് എന്നുള്ളൊരു കാര്യം പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമായിരുന്നു ഇന്നലെ ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി തന്നെ ഒരു പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ആളുകൾ മാറണമെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇനിയിപ്പോൾ എന്താണ് ഇന്ന് നടക്കുന്ന യോഗത്തിൽ എന്ത് തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുക എന്നുള്ളത് നിർണായകമായിരിക്കും. ശരി തൗഫീഖ്.